Good afternoon. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ മെഡിക്കൽ റെക്കോർഡ്സ് എവിടെ വരെയാണ് എടുത്തു നിർത്തിയേ? കൺസൾട്ടേഷൻ റിപ്പോർട്ട് വരെയല്ലേ എടുത്തു നിർത്തിയത്? ഓക്കെ, ശരി. ഓക്കെ, വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ശരി. ഓക്കെ, നെക്സ്റ്റ് നമ്മളിപ്പോ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് വൺ ആണ് അനസ്തീഷ്യ റിപ്പോർട്ട്. അനസ്തീഷ്യ റിപ്പോർട്ട് അറിയാലോ അല്ലെ? ഇപ്പൊ എല്ലാ പേഷ്യൻസിനും ഈ റിപ്പോർട്ടുകളെല്ലാം ഉണ്ടാവണം എന്നില്ല കേട്ടോ. ആ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് ഇപ്പൊ ഒരു സർജറിയോ കാര്യങ്ങളോ ആവശ്യമായിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആണ് എങ്കിൽ അവർക്ക് അനസ്തീഷ്യ റിപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പൊ അല്ല എങ്കിൽ നമ്മളത് ഒഴിവാക്കും കേട്ടോ. ഉള്ള അവർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവൂ കേട്ടോ. അപ്പൊ നമ്മൾ ഇതൊക്കെ ഉൾപ്പെടും എന്ന രീതിയിൽ നമ്മൾ എല്ലാം പഠിക്കുന്നുണ്ടെന്ന് മാത്രം. അനസ്തീഷ്യ റിപ്പോർട്ടിൽ എന്തൊക്കെയായിരിക്കും? includes the medication before operation, the amount of concentration of anesthesia given, time given and effect. അല്ലെ? നമ്മൾ ഓപ്പറേഷന് മുൻപ് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളുമായി ബന്ധപ്പെട്ട അനസ്തീഷ്യ മരുന്നുകളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഉണ്ടാവും. ഉണ്ടാവില്ലേ? എത്ര എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷനിലാണ് നമ്മൾ അനസ്തീഷ്യ എത്ര അളവിലാണ് കൊടുക്കുന്നത് അല്ലെ? ഏത് സമയത്താണ് നമ്മൾ കൊടുക്കുന്നത്? അതിന്റെ എഫക്റ്റ് എങ്ങനെയാണ് അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു അനസ്തീഷ്യ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? ഓപ്പറേഷന് മുൻപ് നമ്മൾ മെഡിക്കേഷൻ എന്തൊക്കെ മരുന്നുകളാണ് അനസ്തീഷ്യയുമായി ബന്ധപ്പെട്ട് നൽകിയത്, അതിന്റെ എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ എത്ര അളവിലാണ് നമ്മൾ നൽകിയത്, ഏത് സമയത്താണ് നൽകിയത്, അതിന്റെ ഡ്യൂറേഷൻ എത്ര സമയം. ഇപ്പൊ ഈ ഒരു മണിക്കൂർ ഉണ്ടാവുമോ അല്ലെങ്കിൽ 2 മണിക്കൂറോ 3 മണിക്കൂറോ അതായിരിക്കും അതിന്റെ ഡ്യൂറേഷൻ, അതിന്റെ ആ ഒരു എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ എത്ര ഡ്യൂറേഷനിൽ ആ ഒരു എഫക്ട് നിൽക്കും. അതുപോലെ തന്നെ ഓൾസോ ഇൻക്ലൂഡ് അനസ്തെറ്റിക് ഏജന്റ്, ദ എമൗണ്ട്, അതുപോലെ ഏത് കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഏത് അനസ്തീഷ്യ മരുന്നാണ് കൊടുത്തിരിക്കുന്നത് സ്പെസിഫൈ ആയിട്ട് എഴുതണം. എത്ര അളവിൽ നമ്മൾ കൊടുത്തു എന്ന് എഴുതണം. ഏത് രീതി ഉപയോഗിച്ചാണ്, ഏത് ടെക്നിക് ഉപയോഗിച്ചാണ് നമ്മൾ കൊടുത്തതെന്ന് എഴുതണം. അതായത് ഇപ്പൊ നമുക്ക് മാസ്കുകളിലൂടെ കൊടുക്കാം ഇല്ലേ, ഇഞ്ചക്ഷനിലൂടെ കൊടുക്കാം ഇല്ലേ അനസ്തീഷ്യ. അപ്പൊ അങ്ങനെ ഏത് ടെക്നിക്കുകൾ ഉപയോഗിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആൻഡ് യൂസ് ടു എക്സിക്യൂട്ട് ഇറ്റ് ആൻഡ് ദ എഫക്ട് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ദ അനസ്തെറ്റിക്, ദ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ആൻഡ് ബ്ലഡ് പ്രഷർ. അതുപോലെ തന്നെ അനസ്തീഷ്യ കൊടുക്കുന്നതിന് മുൻപായിട്ട് അവരുടെ ടെമ്പറേച്ചർ, പ്രഷർ, പൾസ്, റെസ്പിറേഷൻ എന്ന് മുതലായ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടുണ്ടാവും. അതും എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു അനസ്തീഷ്യ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ ഏത് മരുന്നാണ് കൊടുത്തത്, അത് എപ്പോഴാണ് കൊടുത്തത്, അതിന്റെ എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ എത്രയാണ് കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് എഴുതണം. ഏത് സമയത്ത് കൊടുത്തു, അതിന്റെ ഡ്യൂറേഷൻ എത്ര സമയമായിരിക്കും, അത് എത്ര സമയം എഫക്റ്റീവ് ആയിട്ട് നിൽക്കും, അതുപോലെ തന്നെ ഏത് ടെക്നിക്കിലൂടെയാണ് നമ്മൾ കൊടുത്തത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതുപോലെ അനസ്തീഷ്യ കൊടുക്കുന്നതിന് മുൻപായിട്ട് അവരുടെ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷർ മുതലായവ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ റിസൾട്ടുകളും അതിനോടൊപ്പം എഴുതണം. വായിച്ചു നോക്കിയ അനസ്തീഷ്യ റിപ്പോർട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ?
നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാണ്. നെക്സ്റ്റ് വൺ ആണ് ഓപ്പറേഷൻ റിപ്പോർട്ട്. ഇപ്പൊ ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടാവും. ഇൻക്ലൂഡ് കൺസെന്റ് ഫോർ സർജറി. നമ്മൾ ശസ്ത്രക്രിയ കാര്യങ്ങളാണെങ്കിൽ നമ്മളിൽ നിന്ന് സമ്മതം വാങ്ങാറുണ്ട് അല്ലെ, കൺസെന്റ് ലെറ്റേഴ്സ് ഒപ്പിട്ട് വാങ്ങാറുണ്ട്. അത് കൃത്യമായിട്ട് ഇതിന്റെ കൂടെ ഉൾപ്പെടും. അതുപോലെ തന്നെ അനസ്തീഷ്യ കൊടുത്തതുമായി പ്രീ അനസ്തീഷ്യ, അനസ്തീഷ്യ ആൻഡ് പോസ്റ്റ് അനസ്തീഷ്യ റിപ്പോർട്ട്. അപ്പൊ പ്രീ അനസ്തീഷ്യയുമായി ബന്ധപ്പെട്ട് അവർക്ക് മരുന്നുകൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ, അനസ്തീഷ്യയുമായി ബന്ധപ്പെട്ട അതിന് മുൻപ് അവർക്ക് ചെയ്തിരുന്ന പരിശോധനകള്, പോസ്റ്റ് അനസ്തീഷ്യ അല്ലെ, പോസ്റ്റ് അനസ്തീഷ്യക്ക് ശേഷം അവർക്ക് എന്തെങ്കിലും ഇപ്പോ ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരുടെ ബ്ലഡ് പ്രഷറും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വൈറ്റൽ സയൻസ് ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് നടത്തിയുള്ള സർജറികൾ ഏതൊക്കെയാണ്, ഏതൊക്കെ പ്രൊസീജിയേഴ്സ് അവർക്ക് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ ഇതിൽ വരും. ആൻഡ് ദ പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് ഷുഡ് ബി റെക്കോർഡഡ് ബിഫോർ സർജറി. അതുപോലെ തന്നെ സർജറിക്ക് മുമ്പ് നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാറുണ്ട് ഇല്ലേ, ഒരുപാട് ടെസ്റ്റുകൾ സർജറിക്ക് മുൻപും ചെയ്ത് നോക്കും അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിന്റെ കൂടെ പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസ്റ്റിക്സ്. ഇപ്പൊ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഹാർട്ടിന് വലിയ വേരിയേഷൻസ് ഉണ്ടോ, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു സർജറിക്ക് മുൻപായിട്ട് ചെയ്യാനുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഓപ്പറേഷൻ മുൻപ് എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് ഇതിന്റെ കൂടെ വെക്കും. അതുപോലെ ഇറ്റ് ഇൻവോൾവ്സ് ഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഡിറ്റക്ഷൻ ബോത്ത് നോർമൽ ആൻഡ് അബ്നോർമൽ, the organs explored, procedures such as drains and sponges used, name of surgeons and assistant. അതുപോലെ തന്നെ ഫുൾ ഡിസ്ക്രിപ്ഷൻ ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് ബോത്ത് നോർമൽ ആൻഡ് അബ്നോർമൽ, സാധാരണ നോർമൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാവാം, ഇനി എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഓർഗൻസ്, ഏതൊക്കെ ഓർഗൻസ് ആണ് ആ ഒരു സർജറിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ അതിനു വേണ്ടി ചെയ്തത്, എത്ര തുന്നലുകളുണ്ട് അല്ലെ, സർജറിയുമായി ബന്ധപ്പെട്ട് എത്ര സ്റ്റിച്ച് അല്ലെങ്കിൽ തുന്നലുകളുണ്ട്, അതാണ് സ്റ്റിച്ചേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ അത് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ചോ, സ്പോഞ്ചസ് യൂസ് ചെയ്തോ, അതുപോലെ തന്നെ ഏത് സർജനാണ് അല്ലെങ്കിൽ ഏത് സർജനും അവരുടെ അസിസ്റ്റൻസ് ആരൊക്കെയാണ് ആ ഒരു പ്രൊസീജിയർ ചെയ്യാനുണ്ടായിരുന്നത്, അങ്ങനെയുള്ള എല്ലാവരെ കുറിച്ചും വിശദമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഈ ഒരു ഓപ്പറേഷൻ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും. ഒരു ഓപ്പറേഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ സർജറിക്ക് വേണ്ടിയുള്ള കൺസേൺ ലെറ്റർ ഉണ്ടായിരിക്കും, പ്രീ അനസ്തേഷ്യ, അനസ്തേഷ്യ ആൻഡ് പോസ്റ്റ് അനസ്തേഷ്യ റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും, ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ റിപ്പോർട്ടുകളും ഉണ്ടായിരിക്കും. അതിലെ പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ്, അത് ഓപ്പറേഷന് മുൻപ് അല്ലെങ്കിൽ സർജറിക്ക് മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളും കാര്യങ്ങളുടെയും റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നോർമൽ ആൻഡ് അബ്നോർമൽ, ഇപ്പൊ അവർ സർജറി ചെയ്യുമ്പോൾ നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻ, അതായത് ഓൾറെഡി നോർമൽ ആയിട്ട് ഓക്കെ ആയിട്ടുണ്ടാവാം, അബ്നോർമൽ ആയിട്ടുള്ള ചില കണ്ടീഷൻസോ സ്ഥിതികളോ വരാവുന്നതാണ്. അപ്പൊ അത്തരം കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിനെ പറ്റിയുള്ള വിവരങ്ങൾ എഴുതണം. ഏതൊക്കെ ഓർഗൻസ് ആണ് നമ്മൾ ഈ ഒരു സർജറി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിരിക്കുന്നത്, അതുപോലെ ഏതൊക്കെ പ്രൊസീജിയേഴ്സ് അതിനു വേണ്ടി അവർക്ക് വേണ്ടി ചെയ്തു, എത്ര തുന്നലുകളുണ്ട് അല്ലെങ്കിൽ എത്ര സ്റ്റിച്ചസ് ഉണ്ട്, ഏതൊക്കെ ട്രെയിൻസ് വേണ്ടിയിട്ടുള്ള ഏതൊക്കെ ഉപകരണങ്ങളും സ്പോഞ്ചസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഏത് സർജനാണ് ഈ ഒരു സർജറി നടത്തിയിരിക്കുന്നത്, അവരുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ളവർ ആരൊക്കെയായിരുന്നു, ഇത്രയും കാര്യങ്ങൾ ഫുൾ ഡിസ്ക്രിപ്ഷൻ എന്തുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കണം, ഒരു ഓപ്പറേഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കണം. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ ആണ് റിക്കവറി റൂം റെക്കോർഡ്. റിക്കവറി റൂം റെക്കോർഡ് നമുക്ക് അറിയാം, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നൊക്കെ നമ്മൾ റിക്കവറി റൂമിലേക്കാണ് മാറ്റാം അല്ലേ. ഓപ്പറേഷൻ ഒക്കെ സർജറി ഒക്കെ കഴിഞ്ഞ് നമ്മൾ റിക്കവറി റൂമിലേക്കല്ലേ ആ ഒരു ഓപ്പറേഷൻ റൂമിൽ നിന്ന് മാറ്റുന്നത് അല്ലെ. അതിനുശേഷമാണ് നമ്മുടെ നഴ്സിംഗ് റൂമിലേക്ക് നമ്മൾ മാറ്റാം അല്ലെ. ആ ഒരു റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് കംപ്ലീറ്റ് റെക്കോർഡ് ഫ്രം ദ ടൈം ദ പേഷ്യന്റ് ലീവ്സ് ദ ഓപ്പറേറ്റിംഗ് റൂം till he reaches the nursing room. ഇവിടെ എന്താണ്, ഇറ്റ് ഇൻവോൾവ്സ് കംപ്ലീറ്റ് റെക്കോർഡ് ഫ്രം ദ ടൈം the patient leaves the operating room. അതായത് ഒരു പേഷ്യന്റ് രോഗി ഓപ്പറേഷൻ റൂമിൽ നിന്നോ
പുറത്തേക്ക് വന്നു. ഓപ്പറേഷൻ റൂമിൽ നിന്നും അവർക്ക് പുറത്തു പോകുന്ന സമയം മുതൽ എവിടെ എത്തുന്ന സമയം വരെ, നഴ്സിംഗ് റൂമിലേക്ക് എത്തുന്ന സമയം വരെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അല്ലെ? അതുമായി ബന്ധപ്പെട്ട അതിനിടയിലുള്ള ഒരു പൂർണ്ണമായ റെക്കോർഡാണ് ശരിക്കും റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ റൂമിൽ നിന്ന് അവരെ പുറത്തേക്ക് വിട്ടു, അപ്പൊ അവരെവിടെ എത്തി? റിക്കവറി റൂമിൽ എത്തി. അവര് നഴ്സിംഗ് റൂമിൽ എത്തിയിട്ടുമില്ല. ശരിയല്ലേ? അപ്പൊ ഓപ്പറേഷൻ റൂമിൽ നിന്ന് അവർ പുറത്തേക്ക് പോകുന്ന സമയം മുതൽ നഴ്സിംഗ് റൂമിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുന്ന ഒരു റെക്കോർഡാണ് റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? റിക്കവറി റൂമിലേക്ക് ആയിരിക്കും നമ്മൾ അവരെ മാറ്റാം. അതിനുശേഷമായിരിക്കും നമ്മൾ നഴ്സിംഗ് റൂമിലേക്ക് അവരെ കൊണ്ടുപോവുക. അപ്പൊ അവിടെ നിന്ന് ഓപ്പറേഷൻ റൂമുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ നമ്മൾ ഓൾറെഡി ഓപ്പറേഷൻ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നഴ്സിംഗ് നോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നഴ്സിംഗ് റൂമുമായി ബന്ധപ്പെട്ടത് നഴ്സിംഗ് നോട്ടുകളിൽ ഉൾപ്പെടുത്തും. അപ്പൊ അതിനിടയിൽ നമ്മൾ റിക്കവറി റൂമിൽ നടന്നിട്ടുള്ളതും അല്ലെങ്കിൽ അവർക്ക് പരിശോധനകൾ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മരുന്നുകൾ കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളാണ് റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറയുന്നത്. വായിച്ചു നോക്കിയത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് നഴ്സിംഗ് നോട്ട്സ്. നഴ്സിംഗ് നോട്ടിൽ പറയുന്നത് ഇൻക്ലൂഡ് ദ നഴ്സസ് ഒബ്സർവേഷൻ ഓഫ് ദ പേഷ്യന്റ്, care and treatment given to the patient and the patient's response to the treatment. അപ്പൊ നഴ്സിംഗ് നോട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? നഴ്സിന്റെ ആ പേഷ്യൻസിനെ കുറിച്ചുള്ള നഴ്സിന്റെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ ഉണ്ടാവും. അതുപോലെ എന്തൊക്കെ പരിചരണങ്ങളും ട്രീറ്റ്മെന്റുമാണ് പേഷ്യൻസിന് കൊടുത്തത് എന്നുണ്ടാവും. അതുപോലെ ആ ട്രീറ്റ്മെന്റുകളോടുള്ള പേഷ്യൻസിന്റെ റെസ്പോൺസ്, പ്രതികരണം എങ്ങനെയാണ് എന്നും ഉണ്ടാവും. അതുപോലെ ഇറ്റ് നറേറ്റ് ദ പേഷ്യൻസ് റിക്വയർമെന്റ്, പ്രോബ്ലം, capabilities and limitation in respect of the patient behavior. പേഷ്യൻസിന്റെ ബിഹേവിയറിനനുസരിച്ച് പേഷ്യൻസിന്റെ റിക്വയർമെന്റ്, ആവശ്യകതകൾ എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ കഴിവുകൾ എന്താണ്, അവരുടെ പരിമിതികൾ എന്താണ് മുതലായ കാര്യങ്ങളെ കുറിച്ചും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ ദിസ് ഡോക്യുമെന്റ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് നഴ്സിംഗ് മെഷേഴ്സ് which has to be taken to facilitate the medical care provided. അതുപോലെ തന്നെ നഴ്സിംഗ് മെഷേഴ്സ്, നഴ്സിംഗുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് എന്താണ്? സ്റ്റേറ്റ്മെന്റുകൾ which has to be taken to facilitate the medical care provided. അവർക്ക് എന്തൊക്കെ മെഡിക്കൽ കെയറുകൾ നമ്മൾ നൽകിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട നഴ്സിംഗ് മെഷേഴ്സ് ഇതൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് കൃത്യമായിട്ട് നമ്മൾ നൽകിയിട്ടുള്ള വൈദ്യസഹായം സുഗമമാക്കുന്നതിന് വേണ്ടി നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ള നഴ്സിംഗ് നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി നഴ്സിംഗ് നോട്ടിന്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ നഴ്സിംഗ് നോട്ടീസ് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു പേഷ്യന്റിന് നമ്മൾ ആ ഒരു നഴ്സ് എന്തൊക്കെ ഒബ്സർവേഷൻ ആണ് അവരിൽ നടത്തിയിരിക്കുന്നത്, അതുപോലെ എന്തൊക്കെ പരിചരണം കൊടുത്തു, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തു, ആ ട്രീറ്റ്മെന്റുകൾ കൊടുത്തതിനോടുള്ള പേഷ്യൻസിന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു, അതുപോലെ പേഷ്യൻസിന്റെ ബിഹേവിയറിനെ അടിസ്ഥാനമാക്കിയിട്ട് അവരുടെ ആവശ്യകതകൾ എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ കേപ്പബിലിറ്റി, കഴിവുകൾ എന്താണ്, അവരുടെ പരിമിതികൾ എന്താണ്, ഇതിനെ കുറിച്ചൊക്കെയുള്ള ഒരു വിശദീകരണം ഉണ്ടാവും. അതുപോലെ തന്നെ ഏതൊക്കെ നല്ലൊരു വൈദ്യപരിചരണം, അവർക്ക് വൈദ്യസഹായം പേഷ്യൻസിന് സുഗമമാക്കുന്നതിന് വേണ്ടി നഴ്സിംഗ് സ്വീകരിക്കേണ്ടതായിട്ടുള്ള നഴ്സിംഗ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നഴ്സിംഗ് നോട്ടുകളിൽ ഉണ്ടായിരിക്കും. വായിച്ചു നോക്കി നഴ്സിംഗ് നോട്ട്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് TPR ചാർട്ട്. TPR ചാർട്ട് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ. ആ മൂന്നെണ്ണം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ, ചോദിക്കാറുണ്ട് കേട്ടോ. T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, P എന്ന് പറഞ്ഞാൽ പൾസ്, R എന്ന് പറഞ്ഞാൽ റെസ്പിറേഷൻ കേട്ടോ. അത് മാറിപ്പോകരുതേ, നിർബന്ധമായിട്ടും ആ TPRന്റെ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ അങ്ങനെ തന്നെ വൈഹാർഡ് ചെയ്ത് പഠിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് TPR ചാർട്ടിലെ അല്ലെങ്കിൽ TPR എന്ന് പറയുന്ന ടേമിലെ T എന്തിനെ സൂചിപ്പിക്കുന്നു, P എന്തിനെ സൂചിപ്പിക്കുന്നു, R എന്തിനെ സൂചിപ്പിക്കുന്നു, ആ ഒരു 3 പോയിന്റ് ഒന്ന് വേഗം അണ്ടർലൈൻ ചെയ്തിട്ടേ. ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ
കേട്ടോ, അത് മാറിപ്പോവരുതേ. അപ്പൊ ഈ ഒരു TPR ചാർട്ടില് പ്രധാനമായിട്ടും ഉൾപ്പെടുന്നവ ടെമ്പറേച്ചറിന്റെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അവരുടെ പൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ തന്നെ അതോടൊപ്പം അവരുടെ ബ്ലഡ് പ്രഷറും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു TPR ചാർട്ടില് മെഷർ ചെയ്ത് എന്ത് ചെയ്യാറുണ്ട്, ലിസ്റ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ടുള്ള ടൈം ഇന്റർവെല്ലുകളിൽ അവരുടെ ഈ ഒരു TPR ചാർട്ടിൽ അവരുടെ ടെമ്പറേച്ചർ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് നോർമൽ ടെമ്പറേച്ചർ ആണെങ്കിൽ അങ്ങനെ പൾസ് റേറ്റ് നോക്കും, റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പൊ ആ ഒരു TPR ചാർട്ടിന് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കണേ, TPRന്റെ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, അത് അങ്ങനെ തന്നെ വല്ലാണ്ട് ഇത് പഠിച്ചു വെക്കാം കേട്ടോ. അതിൽ TAG ചോദിച്ചാൽ B ഏതാണെന്ന് ചോദിച്ചാലും, B ഏതാണെന്ന് ചോദിച്ചാലും, R ഏതാണെന്ന് ചോദിച്ചാലും എഴുതാൻ അറിഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ? ചോദിക്കാറുണ്ട്, എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് മെഡിക്കേഷൻ ഷീറ്റ്. മെഡിക്കേഷൻ ഷീറ്റ് പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും അല്ലെ, മരുന്നുമായി ബന്ധപ്പെട്ടതാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ഡോക്യുമെന്റേഷൻ ഓഫ് ദ മെഡിസിൻസ് given orally, typically by inhalation ആണ് ഇൻഫ്യൂഷൻ. നമുക്ക് മരുന്നുകളെ എങ്ങനെ, മെഡിസിൻസ് പല രീതിയിൽ നൽകാം ഇല്ലേ. ഓറലി നമുക്ക് മരുന്നുകൾ കൊടുക്കാം, പറ്റില്ലേ, നമ്മള് വായിലൂടെ കഴിക്കുന്നവയുണ്ട് ഉണ്ടല്ലോ. ഇൻഹലേഷൻ എന്താണ്, ശ്വസനത്തിലൂടെ നമുക്ക് മരുന്നുകൾ കൊടുക്കാറുണ്ട് ഇല്ലേ. ഇൻഫ്യൂഷൻ, ഇൻജെക്ഷൻസിലൂടെ നമുക്ക് മരുന്നുകൾ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഈ ഏത് രീതിയിലാണ് നമ്മൾ അവർക്ക് മരുന്നുകൾ കൊടുക്കുന്നത്, ഓരോ മരുന്നുകളും ഏത് രീതിയിൽ നമ്മൾ കൊടുക്കുന്നത്, ഏത് മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്, അതിന്റെ പേര് വേണം. ആ ഏത് ഡ്രഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്, ആ ഡ്രഗ് ഏത് ദിവസം ഏത് സമയത്ത് നമ്മൾ കൊടുക്കുന്നു, അത് ഓറലി ആണോ, ഇൻഹലേഷൻ വഴിയാണോ, ഇൻജെക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫ്യൂഷൻ വഴിയാണോ നമ്മൾ കൊടുക്കുന്നത്, ആ എത്ര ഡോസിലാണ് നമ്മൾ കൊടുക്കുന്നത്, ആൻഡ് റൂട്ട് ബൈ വിച്ച് ഇറ്റ് വാസ് ഗിവൺ ആർ ഡോക്യുമെന്റഡ് ആഫ്റ്റർ ദ ഡ്രഗ് ഹാസ് അഡ്മിനിസ്റ്റർഡ്. അപ്പൊ ഡ്രഗ് നൽകിയതിനു ശേഷം നമ്മൾ ഏത് മരുന്ന് കൊടുക്കുന്നു, ഏത് ദിവസം കൊടുക്കുന്നു, ഏത് ടൈമിൽ കൊടുക്കുന്നു, എത്ര ഡോസിലാണ് നമ്മൾ കൊടുക്കുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്, ഇത്രയും കാര്യങ്ങള് ഓരോ മരുന്നുകൾ കൊടുക്കുമ്പോഴും മരുന്ന് കൊടുത്തതിന് ശേഷം കൃത്യമായിട്ട് അവരുടെ ഒരു മെഡിക്കേഷൻ ഷീറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. വായിച്ചു നോക്കിയ മെഡിക്കേഷൻ ഷീറ്റ്. ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് മിസലേനിയസ് റിപ്പോർട്ട്. മിസലേനിയസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് കെയർ യൂണിറ്റ് ഓഫ് ദ ഹോസ്പിറ്റൽ സച്ച് ആസ് ICU, CCU, etc. are included in this form. ഇവിടെ ഡിപ്പാർട്ട്മെന്റ്, പ്രത്യേകമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലോ കാര്യങ്ങളിലോ ഉൾപ്പെടാത്ത രീതിയിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ യൂണിറ്റുകൾ കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഇപ്പൊ ICU ആവാം, CCU, കൊറോണറി കെയർ യൂണിറ്റുകൾ, ഇന്റൻസീവ് കെയർ യൂണിറ്റുകൾ, അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് കെയർ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും റെക്കോർഡുകളുമാണ് മിസലേനിയസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുക. അതിൽ പ്രത്യേകമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റോ കാര്യങ്ങളിലേക്ക് ഉൾപ്പെടാതെ വരുന്നതുകൊണ്ട് അത് കോമൺ ആയിട്ടുള്ള അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് കെയർ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നത് ഈ ഒരു മിസലേനിയസ് റിപ്പോർട്ടിലായിരിക്കും. വായിച്ചു നോക്കിയാട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ ആണ് ഫിസിക്കൽ തെറാപ്പി. പേരിൽ നിന്ന് തന്നെ അറിയാലോ അല്ലേ. ഇറ്റ് ഗീവ്സ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ assessment and treatment which include the use of exercise,
heat, cold, water, electricity, ultrasound, and physical means to bring back the patients to useful activity. So physical therapy സാധാരണയായിട്ട് നമുക്ക് അസസ്മെന്റ് ആൻഡ് ട്രീറ്റ്മെന്റ് which include the use of നമുക്ക് എക്സസൈസുകള്, ഹീറ്റ്, കോൾഡ് കൊടുക്കാം, ഹീറ്റ് തണുപ്പോ ചൂടോ, അതുപോലെ തന്നെ വാട്ടറിന്റെ സഹായത്തോടു കൂടിയോ ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടു കൂടിയോ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിസിക്കൽ മീൻസ് മറ്റേതെങ്കിലും ഉപകരണത്തിന്റെ സഹായത്തോടു കൂടിയോ പേഷ്യൻസിനെ സാധാരണ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് തിരികെ കൊണ്ടുവരിക അല്ലെങ്കിൽ ഉപയോഗപ്രദമായ പ്രവർത്തനങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരുപാട് ട്രീറ്റ്മെന്റുകളെയും വിലയിരുത്തലുകളെയുമാണ് നമ്മൾ സാധാരണയായിട്ട് ഫിസിക്കൽ തെറാപ്പിയിൽ സാധാരണയായിട്ട് ഡോക്യുമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പേഷ്യൻസിന് ഏതൊക്കെ രീതിയിലുള്ള എക്സസൈസുകളായിട്ടാണോ കൊടുത്തിരിക്കുന്നത്, കോൾഡ് തെറാപ്പിയോ ഹീറ്റ് തെറാപ്പി ആണോ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള എക്സസൈസുകളോ കാര്യങ്ങളോ ആണോ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഏതാണോ ആ പേഷ്യൻസിനെ ബ്രിങ് ബാക്ക് ചെയ്യാനായിട്ട് തിരികെ നോർമൽ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഏത് പ്രവർത്തനങ്ങളാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ട്രീറ്റ്മെന്റുകളുടെ പേര്, അതുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായിട്ടുള്ള വിലയിരുത്തലുകൾ, അവർക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഫിസിക്കൽ തെറാപ്പി റെക്കോർഡുകളിലായിരിക്കും രേഖപ്പെടുത്തുക. വായിച്ചു നോക്കിയ ഫിസിക്കൽ തെറാപ്പി. ഒന്നുകൂടി പറയണം. ഫിസിക്കൽ തെറാപ്പി റെക്കോർഡ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ അസസ്മെന്റ് ആൻഡ് ട്രീറ്റ്മെന്റ് വിച്ച് ഇൻക്ലൂഡ് ദ യൂസ് ഓഫ് വരുന്ന പേഷ്യൻസ്, അതായത് ഇപ്പൊ ഇഞ്ചുറിയോ കാര്യങ്ങളോ പറ്റിയ പേഷ്യൻസ് ആണ്, അല്ലെങ്കിൽ അവർക്ക് നോർമൽ ആയിട്ട് നമുക്ക് അറിയാലോ ഫിസിക്കൽ തെറാപ്പി തെറാപ്പികളൊക്കെ ചെയ്യുന്ന പേഷ്യൻസ് എങ്ങനെയാ, അവർക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടാവാം, ഇഞ്ചുറീസുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും നോർമൽ ആയിട്ട് ഫങ്ഷൻസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവാം. അത്തരം കണ്ടീഷനിൽ ചിലപ്പോൾ അവർക്ക് എക്സസൈസ് രൂപേണ ആയിരിക്കും കൊടുക്കുക, കോൾഡ് തെറാപ്പികൾ അല്ലെങ്കിൽ ഹീറ്റ് തെറാപ്പികൾ ആയിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ വാട്ടറിന്റെ ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ അൾട്രാസൗണ്ടിന്റെ സഹായത്തോടു കൂടിയോ ഒക്കെ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അവര് നോർമൽ യൂസ്ഫുൾ ആക്ടിവിറ്റി, അതായത് നല്ലൊരു സാധാരണ പ്രവർത്തനങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി, അവരുടെ ആ ഒരു ബോഡിയുടെ സ്ട്രെങ്തും ഫ്ലെക്സിബിലിറ്റിക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് അത് വിശദമായിട്ട് പറയണം. അതുപോലെ തന്നെ ആ ട്രീറ്റ്മെന്റ് കൊടുത്തത് കൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അതും കൃത്യമായിട്ട് വിലയിരുത്തി രേഖപ്പെടുത്തണം. ക്ലിയർ ആയോ? ഓക്കെ, ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ആണ് സോഷ്യൽ സർവീസ് ഡേറ്റ. സോഷ്യൽ സർവീസ് ഡേറ്റയിൽ it must consist of background, social information and problems identified by the patient, his family and the social worker. social service നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലിലെ സോഷ്യൽ സർവീസ് വർക്കേഴ്സ് ഉണ്ട്, കണ്ടിട്ടുണ്ടോ? നമ്മൾ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആകുമ്പോൾ അവർ വന്ന് സംസാരിക്കാറുണ്ട് അല്ലെ, എങ്ങനെയാണ് പേഷ്യൻസിന്റെ കണ്ടീഷൻസ് ചോദിക്കാറുണ്ട്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുകൾ അന്വേഷിക്കാറുണ്ട് ഇല്ലേ. അപ്പൊ അങ്ങനെ സോഷ്യൽ വർക്കേഴ്സ് എന്ത് ചെയ്യും, അവര് ഇതുപോലെയുള്ള പേഷ്യൻസിന്റെ അടുത്ത് വന്ന് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് അല്ലെ, അവരുടെ പശ്ചാത്തലം എങ്ങനെയാണ്, നല്ലൊരു ഫാമിലി ആണോ, ഓൾമോസ്റ്റ് ഫിനാൻഷ്യലി എല്ലാ കാര്യങ്ങളും കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി ആണോ, അഫോർഡബിൾ ആയിട്ട് ഈ ഒരു സർവീസ് എടുക്കാൻ പറ്റുന്ന ഫാമിലി ആണോ, അവർക്ക് എന്തെങ്കിലും സോഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാനുണ്ടെങ്കിൽ അത് നൽകാം. അതുപോലെ തന്നെ അവരുടെ പ്രോബ്ലംസിനെ എന്ത് ചെയ്യുക, കണ്ടെത്താനൊക്കെ സോഷ്യൽ വർക്കേഴ്സ് അതിനു വേണ്ടി നിൽക്കാറുണ്ട്. അപ്പൊ അത് അവരുടെ പേഷ്യൻസും അതിന്റെ ഫാമിലിയും ഒക്കെ സോഷ്യൽ സർവീസ് ഡേറ്റയില് ഒരു പേഷ്യന്റും അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട എല്ലാ ബാക്ക്ഗ്രൗണ്ടും ഉണ്ടായിരിക്കും. അവരെവിടെ നിന്ന് വരുന്നു, അവരുടെ ഫാമിലിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്, അവർക്ക് എന്തൊക്കെയാണ് തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ, അവരുടെ സോഷ്യൽ ആയിട്ടുള്ള മറ്റ് ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു റെക്കോർഡാണ് അല്ലെങ്കിൽ ഒരു ഡേറ്റയാണ് സോഷ്യൽ സർവീസ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് പേഷ്യൻസിന് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നമുക്ക് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഒരുപാട് ഡൊണേഷൻസ് കൊടുക്കുന്ന സംഘടനകൾ കാര്യങ്ങളില്ലേ, ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ പേഷ്യൻസിന്റെ ഒക്കെ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലായി, അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസിന് ചിലപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിലെ ഫീസോ കാര്യങ്ങളോ ചിലപ്പോൾ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും അല്ലെ. അത്തരം പേഷ്യൻസിനൊക്കെ ഇവര് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അസിസ്റ്റൻസ് കൊടുക്കും, സഹായങ്ങൾ കൊടുക്കും. അപ്പൊ ഇങ്ങനെ നേരിട്ട് ഇവര് സഹായം കൊടുക്കാനല്ല, ഇവര് ഇതുപോലെയുള്ള സംഘടനകളോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ഇവരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഇവർക്ക് എന്ത് ചെയ്യുന്നു, അതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും.
അപ്പൊ അവർക്ക് നേരിട്ട് പേഷ്യൻസ് എന്ത് ചെയ്യും, അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ്, ചാരിറ്റബിൾ ട്രസ്റ്റുകളായിട്ട് ഇവരുടെ കണ്ടീഷൻസ് പറയുകയും അവരിൽ നിന്നുള്ള സംഭാവനകളും സഹായങ്ങളും ഒക്കെ ഇവർക്ക് ലഭ്യമാക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അതിനുവേണ്ടി പേഷ്യൻസിന്റെയും ഫാമിലിയുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടും സോഷ്യൽ ഇൻഫർമേഷൻസും അവരുടെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അവർ രേഖപ്പെടുത്തി വെച്ചിട്ടാണ് അവർ ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ശരിയായ ആളുകൾക്ക് കൊടുക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ പറഞ്ഞാൽ അതിനനുസരിച്ച് അവർക്ക് സഹായങ്ങൾ ലഭ്യമാക്കി നൽകും. ഓക്കെ, വായിച്ചു നോക്കിയേ സോഷ്യൽ സർവീസ് ഡേറ്റ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് discharge summary. Last one ആണ് discharge summary. It's a brief recapitulation of the patient's course in the hospital. ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു രോഗിയുടെ ആ ഒരു കോഴ്സ് ഓഫ് പേഷ്യൻസിന്റെ കോഴ്സ് അല്ലെങ്കിൽ രോഗിയുടെ ആ ഒരു ഗതിയുടെ അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ഹോസ്പിറ്റലിൽ പേഷ്യൻസിന് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നത് അതിന്റെ ഒരു ചുരുക്കമായിട്ടുള്ള ബ്രീഫ് ആയിട്ടുള്ള ഒരു ഹ്രസ്വമായിട്ടുള്ള ഒരു പുനരാവിഷ്കരണമാണ് ശരിക്കും ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇൻവോൾവ് ദ റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട എന്തിനാ ഒരു ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ചെയ്തു അല്ലെ, അഡ്മിറ്റ് ആയി, അതിന്റെ റീസൺ അല്ലെ, അതിന്റെ ആ ഒരു കാരണം ഉണ്ടാവും. സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്, അവർക്ക് എന്തൊക്കെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ്, നമുക്ക് പരിശോധനകളാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്, അതിൽ നിന്ന് എന്തൊക്കെ കണ്ടെത്തലുകളാണ് നടത്തിയിരിക്കുന്നത്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് അവർക്ക് കൊടുത്തു, എന്തൊക്കെ തെറാപ്പീസ് കൊടുത്തു, അതിനോടൊക്കെ ആ പേഷ്യൻസിന്റെ റെസ്പോൺസ് പ്രതികരണം എങ്ങനെയാണ്, അവരുടെ ആ ഒരു ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് മരുന്നുകളുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യേണ്ട ഫിസിക്കൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടും ഡയറ്റുമായി ബന്ധപ്പെട്ടും ഒക്കെ അവർക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, എന്തൊക്കെ ഫോളോ കെയറുകളാണ് അവർ പാലിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള ഒരു ബ്രീഫ് റീക്യാപിറ്റുലേഷൻ അല്ലെങ്കിൽ ഒരു വളരെ എന്താണ് ചുരുക്കി പറയുന്ന ഒരു പുനരാവിഷ്കരണമാണ് ശരിക്കും ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പൊ നോക്കിയേ, ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാൽ ഒരു ബ്രീഫ് റീക്യാപിറ്റുലേഷൻ ആണ്. അതിൽ ഹോസ്പിറ്റൽ എന്തിന് നമ്മൾ എന്ത് റീസൺ എന്തുകൊണ്ടാണ് നമ്മൾ അഡ്മിറ്റ് ആയത്, അതുപോലെ അവർക്ക് എന്തൊക്കെ പരിശോധനകൾ നടത്തി, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കണ്ടെത്തലുകളാണ് നടത്തിയത്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് കൊടുത്തു, എന്തൊക്കെ തെറാപ്പികൾ കൊടുത്തു, അതിനോടുള്ള പേഷ്യൻസിന്റെ റെസ്പോൺസ് പ്രതികരണം എങ്ങനെയാണ്, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അവസ്ഥ എങ്ങനെയാണ്, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ആ പേഷ്യൻസിന്റെ മരുന്നുകളുമായി ബന്ധപ്പെട്ട് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് ഡയറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്, അതുപോലെ ഫോളോ അപ്പ് കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങളെ കുറിച്ചുള്ള വിശദീകരണങ്ങളായിരിക്കും ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടായിരിക്കാൻ. വായിച്ചു നോക്കിയത്. ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ അടുത്തൊരു ഭാഗമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ആ ഒരു ക്ലിനിക്കൽ ഡേറ്റാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിരുന്നു. നെക്സ്റ്റ് വൺ ആണ് അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ്. മെഡിക്കൽ റെക്കോർഡുമായി ബന്ധപ്പെട്ട ഫോംസ്, ദ അറേഞ്ച്മെന്റ് ഓഫ് ഫോംസ് വിത്തിൻ ദ ഫോൾഡർ ഈസ് ആസ് ഫോളോസ്. അപ്പൊ ഫോൾഡറിൽ ആ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട ഫോൾഡറിൽ ഫോമുകൾ അറേഞ്ച് ചെയ്യേണ്ടത് ഈ ഒരു ഓർഡറിലാണ്. ആ ഒരു ഓർഡർ നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ഒരു ഔട്ട് പേഷ്യന്റ്. നമുക്കറിയാലോ ഒരു പേഷ്യന്റ് വരുന്ന ഘട്ടം തുടങ്ങി നിങ്ങളൊന്ന് ആലോചിച്ചാൽ അത് കിട്ടുവേ. ഫസ്റ്റ് വൺ ഔട്ട് പേഷ്യന്റ്. ഓക്കെ, ഔട്ട് പേഷ്യന്റ് കണ്ടെയ്ൻസ് ഔട്ട് പേഷ്യന്റ് ഫോം ആൻഡ് ഔട്ട് പേഷ്യന്റ്. അപ്പൊ എന്തൊക്കെയാണ് ഒരു ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് വെക്കുന്നത്? ഒരു ഔട്ട് പേഷ്യന്റിന്റെ ഫോം നമ്മുടെ ഫോം ഫിൽ ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ. ഔട്ട് പേഷ്യന്റ് എന്ന നിലയിൽ നമ്മൾ ഫിൽ ചെയ്യുന്ന ഫോം ഔട്ട് പേഷ്യന്റുമായി ബന്ധപ്പെട്ട് ഒരു ഫോളോ അപ്പുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ ഒരു ക്രോണോളജിക്കൽ അല്ലെങ്കിൽ ഓർഡറിൽ അല്ലെങ്കിൽ ഒരു ചിട്ടയായ ക്രമമായ ഓർഡറിലായിരിക്കും അതർ ഫോംസ് ആർ അറ്റാച്ച്ഡ് ആസ് റിക്വയർഡ്. ഒരു ഔട്ട് പേഷ്യന്റ് എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ ഫോംസ് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ, എന്തൊക്കെ ഫോംസ് നമ്മൾ ചെയ്തിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു ക്രമമായ ഓർഡറിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഫോൾഡറിൽ സൂക്ഷിക്കും.
അതിനുശേഷം അടുത്തതായിട്ട് വരുന്നതാണ് കറസ്പോണ്ടൻസ്. കറസ്പോണ്ടൻസിൽ വരുന്നത് ഇൻക്ലൂഡ് റെഫറൽ ലെറ്റർ ഫോം. എവിടെന്നെങ്കിലും റെഫറൽ ലെറ്ററിലാണ് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫോം ഉണ്ടായിരിക്കും. അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം, അഡ്മിഷനുമായി ബന്ധപ്പെട്ട റിക്വസ്റ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫോം ഉണ്ടായിരിക്കും. കൺസൾട്ടേഷൻ ഫോം ഉണ്ടായിരിക്കും. കൺസേൺ ടു ആൻ ഇൻവെസ്റ്റിഗേഷൻ, പരിശോധനകളോ കാര്യങ്ങളോ നടത്തണമെങ്കിൽ അതിനുള്ള സമ്മതങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫോമുകൾ ഉണ്ടായിരിക്കും. പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് ബിഫോർ ഓപ്പറേഷൻ, ഓപ്പറേഷനോ കാര്യങ്ങളോ നടത്തുന്നുണ്ടെങ്കിൽ അതിന് മുൻപ് നമ്മൾ എന്താണ് പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റുകളുണ്ട്. അപ്പൊ കൃത്യമായിട്ട് അവരുടെ ഓരോ കണ്ടീഷൻസും ഓക്കെ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് കൊടുക്കും ഓപ്പറേഷന് മുൻപ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും. നോട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റിൽ ബർത്ത് ഫോം, അതായത് ഇപ്പൊ ചാപിള്ളയായിട്ട് ഇപ്പൊ മരിക്കുകയാണ് കുട്ടികൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ബർത്ത് ആണ് അല്ലെങ്കിൽ ചാപിള്ളയായിട്ടാണ് ജനിച്ചത് എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് കൊടുക്കുന്നതിനുള്ള ഫോം ഉണ്ടായിരിക്കും. ബർത്ത് നോട്ടിഫിക്കേഷൻ, ജനനം സാധാരണയായിട്ടുള്ള കുട്ടികളുടെ ജനനം നടന്നാൽ അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഫോം ഉണ്ടായിരിക്കും. അവരുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ, ഇൻഫെക്ഷൻ കൺട്രോൾ ഫോമുകൾ, ഇൻസിഡന്റ് റിപ്പോർട്ട്, എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഇൻസിഡൻസോ കാര്യങ്ങളോ ആ ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ്സിനുള്ളിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത്തരം റിപ്പോർട്ടുകളൊക്കെ ഉൾപ്പെടുന്നതാണ് കറസ്പോണ്ടന്റ് എന്ന് പറയുന്ന ഭാഗം. ഇനി മൂന്നാമതായിട്ട് വരുന്ന സെക്ഷൻ ആണ് ഇൻവെസ്റ്റിഗേഷൻ, അവരുമായി ബന്ധപ്പെട്ട പരിശോധനകൾ. Okay, contains laboratory mount sheet in which all laboratory reports are arranged in a chronological order. അവിടെ ചെയ്തിട്ടുള്ള എല്ലാ ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് ലബോറട്ടറി റിപ്പോർട്ടുകളും നമ്മൾ ഒരു ക്രമമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്യാം. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഏരിയയിലാണ് നമ്മൾ അത് അറേഞ്ച് ചെയ്യുക. അതില് എക്സ്റേ മൗണ്ട് ഷീറ്റ് വിത്ത് ഓൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സ് റിപ്പോർട്ട്സ് മൗണ്ടഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ, ECG, EEG, ultrasound examination, forms and any other diagnostic investigation reports which are kept in the following order. ഈ ഒരു ഓർഡറിലാണ് വെക്കുക. ആദ്യം ലാബുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വെക്കാം, അതിനുശേഷം എക്സ്റേ റിപ്പോർട്ട് വെക്കാം. ECG എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ECG റിപ്പോർട്ട് ആയിരിക്കും വെക്കാം. അതിനുശേഷമായിരിക്കും EEG കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട് വെക്കാം. അതിനുശേഷം അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട്, അതിനുശേഷം മറ്റു റിപ്പോർട്ടുകൾ. ഈ ഒരു ഓർഡറിലായിരിക്കും ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് അവരുടെ റിപ്പോർട്ടുകൾ അറേഞ്ച് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് കൃത്യമായ ഓർഡറുകൾ ചെയ്താൽ എളുപ്പത്തിൽ അവിടുത്തെ മെഡിക്കൽ പ്രൊഫഷണൽസിൽ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കൃത്യമായ ഓർഡറിലായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ ലബോറട്ടറി റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് ഇൻപേഷ്യന്റ്. ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോൾ അവരുടെ കണ്ടീൻസ് അവരുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഉണ്ടാവും, ഡിസ്ചാർജ് ഷീറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫിസിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, പ്രോഗ്രസ് നോട്ടുകൾ, ഫിസിഷ്യൻസിന്റെ ഓർഡറുകൾ, ഇതൊക്കെ നമ്മളിപ്പോ ഇതൊക്കെ പഠിച്ചതാണ് കേട്ടോ. അനസ്തീഷ്യ റിപ്പോർട്ടുകള്, റെക്കോർഡുകൾ, ഓപ്പറേഷൻ റിപ്പോർട്ട് ഫോംസ്, റിക്കവറി റെക്കോർഡുകൾ, ലേബർ റെക്കോർഡ്, ഡയബറ്റിസ് റെക്കോർഡ്, റെസസിറ്റേഷൻ റെക്കോർഡ്, ICU റെക്കോർഡ് എന്നാണ് കേട്ടോ. അവിടെ ICU ഒക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റെക്കോർഡ്, ഗ്രോത്ത് ചാർട്ട് റെക്കോർഡ്, പാരാമെഡിക്കൽ അവരുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട, അത് ഓരോ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ്. പാരാമെഡിക്കൽ സർവീസ് റെക്കോർഡ്, നഴ്സസ് നോട്ട്, ഒബ്സർവേഷൻ ചാർട്ടുകള്, അതുപോലെ തന്നെ മെഡിക്കേഷൻ റെക്കോർഡ്, ഫ്ലൂയിഡ് ബാലൻസ് ഉണ്ട്. പേഷ്യൻസിന് ചില പേഷ്യൻസിനാണെങ്കിൽ അവരുടെ ഫ്ലൂയിഡ് ബാലൻസ് നമ്മൾ നോക്കും. ഒരു 24 hours അവരുടെ ഫ്ലൂയിഡ് ഇൻടേക്ക് എത്രത്തോളം ഉണ്ട്, ഔട്ട്പുട്ട് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ വിലയിരുത്തി അതുമായി ബന്ധപ്പെട്ട ചാർട്ടുകള്. അതുപോലെ തന്നെ വൈറ്റൽ സൈൻ റെക്കോർഡ്സ്, discharge summary with the most remote admission filed on the bottom and the most recent admission filed on the top. ഏറ്റവും പഴയ ആയിട്ടുള്ള, അതായത് ഏറ്റവും പുതിയതായിട്ടുള്ള റീസെന്റ് അഡ്മിഷൻ എടുത്തിട്ടുള്ള റെക്കോർഡ് ശരിക്കും ടോപ്പിലായിരിക്കും നിൽക്കുക. അതല്ല നമ്മൾ പഴയ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അത് താഴെയായിരിക്കും വെക്കുക. ആ ഒരു റെക്കോർഡ് അസംബ്ലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു ഫോൾഡർ അറേഞ്ച് ചെയ്യുന്നതുമായി, അറേഞ്ച്മെന്റ് ഓഫ് ഫോംസ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. 4 ആയിട്ടാണ്. ഫസ്റ്റ് ഔട്ട് പേഷ്യന്റ് വരും, സെക്കൻഡ് കറസ്പോണ്ടൻസ് വരും, തേർഡ് ഇൻവെസ്റ്റിഗേഷൻ വരും, ഫോർത്ത് ഇൻപേഷ്യന്റ്. ഈ ഒരു രീതിയിലായിരിക്കും, ഇതേ ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്ത് പോവാ. അപ്പൊ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നതിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു ഔട്ട് പേഷ്യന്റിന്റെ ഫോമും ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്പുകൾ നടത്തുന്നതിന്റെ കാര്യങ്ങളും ഒക്കെ ഒരു ക്രോണോളജിക്കൽ ഒരു ക്രമമായ രീതിയിലായിരിക്കും ഇത് അറേഞ്ച് ചെയ്ത് ഇതിനോടൊപ്പം വെച്ചിരിക്കുക. അതുപോലെ തന്നെ കറസ്പോണ്ടൻസിൽ വരുമ്പോൾ റെഫറൽ ലെറ്റർ ഫോമുകൾ ഉണ്ടാവും, അഡ്മിഷൻ റിക്വസ്റ്റ് ഫോമുകൾ ഉണ്ടാവും, കൺസൾട്ടേഷൻ ഫോമുകൾ ഉണ്ടാവും, അവിടെ ഇൻവെസ്റ്റിഗേഷൻ
ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കൺസേൺ ഫോമുകൾ ഉണ്ടാവും. പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ്, ബിഫോർ ഓപ്പറേഷന് മുൻപ് പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാവും. സ്റ്റിൽ ബർത്തുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസിന്റെ ഫോം ഉണ്ടാവും. ബർത്ത് നോട്ടിഫിക്കേഷൻ ഫോമുകൾ ഉണ്ടാവും. മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉണ്ടാവും. ഇൻഫെക്ഷൻ കൺട്രോൾ ഫോമുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻ കൺട്രോൾ ഫോം ഉണ്ടാവും. ഇൻസിഡന്റ് റിപ്പോർട്ടുകൾ ഉണ്ടാവും. ഇനി ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട അവരുടെ ലബോറട്ടറി മൗണ്ട് ഷീറ്റ് അല്ലെങ്കിൽ ലബോറട്ടറി റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ഏരിയയുമായി ബന്ധപ്പെട്ട് മറ്റു റിപ്പോർട്ടുകൾ എല്ലാം ഉണ്ടാവും. അതെങ്ങനെയായിരിക്കും? കൃത്യമായ ഫോളോ ഓർഡറിൽ ഉണ്ടാവും. ലാബ്, എക്സ്റേ, ECG, EPG, അൾട്രാസൗണ്ട്, അതേഴ്സ്, ഇങ്ങനെയായിരിക്കും അത് അറേഞ്ച് ചെയ്യുക. ഇൻപേഷ്യൻസിൽ വരുമ്പോൾ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട ഷീറ്റ്, മെഡിക്കൽ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ, അവരുടെ റിപ്പോർട്ട്, പ്രോഗ്രസ് നോട്ടുകൾ, ഡിസിഷൻ ഓർഡർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അല്ലെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് ഒരു ഇൻപേഷ്യന്റ് ആയി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ റിപ്പോർട്ടുകൾ വരുന്നോ അതെല്ലാം നമ്മളവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ പുതിയതായിട്ടുള്ള ഒരു അഡ്മിഷൻ ആണ്, ന്യൂ റീസെന്റ് അഡ്മിഷൻ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടോപ്പിലായിരിക്കും ഫയൽ ചെയ്തിരിക്കുക. അതേസമയം മോസ്റ്റ് റിമോട്ട് പഴയ അഡ്മിഷൻ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത് ആ ഫയലിന്റെ ബോട്ടം താഴെ ഏരിയയിലായിരിക്കും കാണാൻ പറ്റുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, നിങ്ങൾ ആ 4 ഓർഡർ പഠിച്ചു വെക്കണം കേട്ടോ. ഔട്ട് പേഷ്യന്റ്, കറസ്പോണ്ടൻസ്, ഇൻവെസ്റ്റിഗേഷൻ, ഇൻപേഷ്യന്റ്. ആ ഓർഡർ പഠിച്ചു വെക്കാം. ഔട്ട് പേഷ്യൻസിലും കറസ്പോണ്ടൻസിലും ഒക്കെ അങ്ങനെയുള്ളതിൽ ഓരോന്നിലും വരുന്നത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയെ. ഇൻ കേസ് ഇപ്പൊ ചോദിക്കുകയാണ് ഒരു റെഫറൽ ലെറ്റർ ഫോം ഏതിലായിരിക്കും വരിക, അപ്പൊ അത് കറസ്പോണ്ടൻസിലാണ് വരിക, അങ്ങനെ മനസ്സിലാക്കി. ഒരു ഔട്ട് പേഷ്യന്റ് ഫോം ഏതിലായിരിക്കും വരിക, അങ്ങനെ ചോദിച്ചാൽ അറിയാൻ പറ്റണം കേട്ടോ. അതേ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അങ്ങനെയൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോട്ടെ. ICU റെക്കോർഡാണ് ഇത്. ICU എന്നാണ് കേട്ടോ അവിടെ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോട്ടെ സർ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ഭാഗമാണ് ഫയലിംഗ് മെത്തേഡ്സ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. നമ്മുടെ മെത്തേഡുകൾ, പല മെത്തേഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. റെക്കോർഡ്സ് ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ, റെക്കോർഡ് നമ്പർ ചെയ്യുന്നത്, അതെങ്ങനെ ഫയൽ ചെയ്യാം, അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫയലിംഗ് മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതില് നമ്മൾ മിസ് ഓൾറെഡി ആദ്യമേ നിങ്ങൾക്ക് പറഞ്ഞു നോക്കുന്നുണ്ടോ, നമ്മൾ സാധാരണ ഒരുപാട് ഫയലിംഗ് മെത്തേഡുകളും നമ്പറിംഗ് സിസ്റ്റവും ഒക്കെ ഉണ്ട്. നിലവിൽ പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണ്. ശരിയല്ലേ? പക്ഷെ ഈ പറയുന്ന പല മെത്തേഡുകളുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാ ഹോസ്പിറ്റലിലും യൂസ് ചെയ്യുന്നത് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണ്. പക്ഷെ മറ്റ് രീതികളും ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ മിസ് കൺഫ്യൂഷൻ വരും. മിസ് നമ്മള് ഈ പറയുന്ന ഇതേ മെത്തേഡുകളൊക്കെ പഠിച്ചു, പക്ഷെ ഇപ്പൊ നിലവില് യൂണിറ്റ് നമ്പറിംഗ് അല്ലേ ഒരെണ്ണം ഉള്ളൂ എന്നുള്ള രീതിയിലല്ലേ നമ്മൾ പഠിച്ചേ എന്ന് വിചാരിക്കും കേട്ടോ. ഇങ്ങനെയുള്ള മെത്തേഡുകൾ ഉണ്ട്, പക്ഷെ നമ്മളിപ്പോ കോമൺ ആയിട്ട് എല്ലാ ഹോസ്പിറ്റലും ഫോളോ ചെയ്യുന്നത് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണ്. അപ്പൊ അതില് there are several types of numbering and filing system.
അതിൽ ഫസ്റ്റ് വൺ ആണ് സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. സെക്കൻഡ് വൺ ആണ് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. തേർഡ് വൺ ആണ് സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ്. ഫോർത്ത് വൺ ആണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. ഫിഫ്ത് വൺ ആണ് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. എല്ലാം ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, ഒന്ന് മനസ്സിലാക്കി പഠിക്കണം എന്നുള്ളേ. ഫസ്റ്റ് ആദ്യത്തെ എളുപ്പമാണ് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് സീരിയൽ നമ്പറിംഗ് സിസ്റ്റം. സീരിയൽ നമ്പറിംഗ് സിസ്റ്റത്തില് നോക്കാം. ഇൻ സീരിയൽ നമ്പറിംഗ് the patient is given a new number for each occasion of treatment by a health care facility. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ എത്തുന്നു. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും നമുക്ക് ഓരോരോ നമ്പർ തരുന്നതിനെയാണ് സീരിയൽ നമ്പറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് ഒരൊറ്റ യൂണിറ്റ് നമ്പറേ തരുള്ളൂ, ശരിയല്ലേ? ഒരൊറ്റ പെർമനന്റ് നമ്പർ ആണ് തരാറ്, അല്ലേ? ആ ഒരു നമ്പർ വെച്ചില്ല നമ്മൾ പിന്നെ എപ്പോ പോയാലും ആ നമ്പർ അല്ലേ നമ്മൾ ഫോളോ ചെയ്യുന്നത്, ആണോ? അതെ. ഇവിടെ ഈ ഒരു സീരിയൽ നമ്പറിംഗ് സിസ്റ്റത്തിന് ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കി വെച്ച് പഠിക്കാട്ടോ. ഇൻ സീരിയൽ നമ്പറിംഗ് സിസ്റ്റത്തില് പേഷ്യന്റ് ഈസ് ഗിവൺ എ ന്യൂ നമ്പർ ഫോർ ഈച്ച് ഒക്കേഷൻ. ഓരോ പ്രാവശ്യം അവർ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുമ്പോഴോ അവർക്ക് പുതിയ നമ്പറുകളായിരിക്കും കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? Three different numbers are allotted if a patient is registered 3 times. ഒരു വ്യക്തി 3 പ്രാവശ്യം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ഡിഫറെന്റ് നമ്പർ ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അത് അത്രയും ക്ലിയർ ആണോ? അത്രയും മനസ്സിലായോ? സാധാരണ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ നമുക്ക് ഒരൊറ്റ നമ്പറാ തരിക. എത്ര പ്രാവശ്യം പോയാലും അതേ നമ്പറാണ് നമ്മൾ ഫോളോ ചെയ്ത് കൊടുക്കുന്നത്, അതേ ഫയൽ തന്നെയായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്, അല്ലേ? പക്ഷേ സീരിയൽ നമ്പറിംഗിന്റെ പ്രത്യേകത, നമ്മൾ ഓരോ പ്രാവശ്യം ട്രീറ്റ്മെന്റിന് വേണ്ടി ചെല്ലുമ്പോഴും ഓരോ പ്രാവശ്യം പേഷ്യന്റ് രജിസ്റ്റർ ചെയ്യുമ്പോഴും പുതിയ പുതിയ ഡിഫറെന്റ് നമ്പേഴ്സ് ആയിരിക്കും അവർക്ക് കിട്ടുക. അത്രയും ക്ലിയർ അല്ലേ? അത് മനസ്സിലാക്കി പോകണോട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. Okay, then all numbers allotted to a patient are recorded in the master patient index. Patients in the master patient index ല് അവർക്ക് കൊടുക്കുന്ന എല്ലാ നമ്പറുകളും നമ്മൾ വ്യക്തമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്യും. Because a new number is provided for each occasion of service, a new medical record is also developed. നമുക്കറിയാലോ, ഒരു പുതിയ നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ ഒരു പുതിയ റെക്കോർഡും അവർ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ? ഉണ്ടോ? ഉണ്ട്. നിങ്ങളുടെ 1 2 3 4 എന്ന് പറയുന്ന നമ്പർ അതുണ്ടോ? എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ടോ അത്? ഇല്ല അല്ലെ? ഓക്കെ, ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇതിലുള്ള നോട്ട്സ് തന്നെയല്ലേ ഉള്ളൂ. ശരി. അപ്പൊ നോക്കിയേ, ബിക്കോസ് എ ന്യൂ നമ്പർ ഈസ് പ്രൊവൈഡഡ് ഫോർ ഈച്ച് ഒക്കേഷൻ ഓഫ് സർവീസ്, എ ന്യൂ മെഡിക്കൽ റെക്കോർഡ് ഈസ് ഡെവലപ്ഡ്. അപ്പൊ നമുക്കറിയാം, എപ്പോഴും ഒരു നമ്പർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതോടൊപ്പം അവരുടെ ഒരു മെഡിക്കൽ റെക്കോർഡും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ശരിയല്ലേ? ഒരു നമ്പർ ക്രിയേറ്റ് ചെയ്യുന്ന അതോടൊപ്പം തന്നെ ഒരു മെഡിക്കൽ റെക്കോർഡും അവരുടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ദ പേഷ്യന്റ് റെക്കോർഡ്സ് ആർ ഫയൽഡ് ഇൻ ആസ് മെനി പ്ലേസസ് ഇൻ ദ ഫയൽ ആസ് ദ നമ്പർ ഓഫ് ടൈംസ് ദ പേഷ്യന്റ് ഹാസ് റിസീവ്ഡ് കെയർ അറ്റ് ദ ഫെസിലിറ്റി. അപ്പൊ ഈ ഒരു സീരിയൽ നമ്പറിംഗിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല്, ഓരോ പ്രാവശ്യം ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ചെല്ലും, നമുക്കൊരു പുതിയ നമ്പർ കിട്ടി, നമ്മുടെ ഒരു പുതിയ മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തില്ലേ? അടുത്ത പ്രാവശ്യം നമ്മൾ പിന്നെയും ചെയ്യുന്നു, നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, പുതിയൊരു റെക്കോർഡ്, പുതിയൊരു നമ്പർ നമുക്ക് കിട്ടി. ഈ ഫയൽ എങ്ങനെയായിരിക്കും നമ്മൾ ഫയൽ ചെയ്യുക? നമുക്ക് ഒരുമിച്ച് വെക്കാൻ പറ്റുമോ? ഒരുമിച്ചായിരിക്കും ഇരിക്കാതെ, പല പല സ്ഥലങ്ങളിലായിരിക്കും, അല്ലേ? ഓരോ ദിവസവും നമ്മൾ കഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് ഈ ഒരു ഫയല് നമുക്ക് തപ്പിയെടുക്കണമെങ്കിൽ പല പല സ്ഥലത്ത് തന്നെ കിട്ടുള്ളൂ. എത്ര പ്രാവശ്യം നമ്മൾ വന്നിട്ടുണ്ടോ അത്രയും സ്ഥലങ്ങളിൽ, അത്രയും ഇടങ്ങളിലായിട്ടായിരിക്കും ഇതിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് ഒരൊറ്റ ഫയലിൽ നിന്ന് ഇവരുടെ എല്ലാ റെക്കോർഡും കിട്ടുമോ? ഒരൊറ്റ ഫയൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു മെഡിക്കൽ ഹിസ്റ്ററി നമുക്ക് ശേഖരിക്കാൻ പറ്റുമോ? പറ്റില്ല, അല്ലെ? ഇവരുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റെക്കോർഡുകളും കൂടി പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് അവരുടെ പൂർണ്ണമായിട്ട് അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റിന് അവർ ഇവിടെ വന്നിട്ടുണ്ട്, ഓരോ പ്രാവശ്യം ഏതൊക്കെ ട്രീറ്റ്മെന്റുകളാണ്, മെഡിസിൻസ് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്, എല്ലാം മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഈ ഓരോ ഫയലുകളും നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് വരും, ശരിയല്ലേ? അത് ഈ ഒരു സിസ്റ്റത്തിന്റെ ഒരു ഡ്രോബാക്ക് കൂടിയാണ് കേട്ടോ. അങ്ങനെ കുറച്ചധികം നെഗറ്റീവ് വശങ്ങൾ അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ടാണ് ഈ മെത്തേഡ് നമ്മൾ ഇപ്പൊ ഫോളോ ചെയ്യാത്തത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സീരിയൽ നമ്പറിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിലേക്ക് എപ്പോഴും എത്തേണ്ടത്
നമ്മുടെ സീരിയൽ നമ്പറിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ പേഷ്യന്റ് പുതിയ നമ്പേഴ്സ് ഓരോ പ്രാവശ്യം ട്രീറ്റ്മെന്റിന് വേണ്ടി പേഷ്യൻസ് വരുമ്പോഴും അവര് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവർക്ക് പുതിയ നമ്പർ ആയിരിക്കും കിട്ടുക. അതോടൊപ്പം തന്നെ പുതിയൊരു മെഡിക്കൽ റെക്കോർഡും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ക്ലിയർ ആണോ അത്? ആ പേഷ്യൻസിന്റെ എല്ലാ പേഷ്യൻസിന് കൊടുക്കുന്ന എല്ലാ നമ്പേഴ്സും അവരുടെ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിൽ നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ഓരോ ഒക്കേഷൻസിനും ഓരോ സർവീസുകൾ കൊടുക്കുമ്പോഴും പുതിയ പുതിയ മെഡിക്കൽ റെക്കോർഡുകളും പുതിയ പുതിയ നമ്പറുകളും കിട്ടുമ്പോൾ പേഷ്യന്റ് റെക്കോർഡ്സ് ആർ ഫൈൽഡ് ഇൻ ആസ് മെനി പ്ലേസസ്, പല പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും ഇത് ഫയൽ ചെയ്തിരിക്കുക. അത് ആ ഒരു നമ്പർ ഓഫ് ടൈംസ്, എത്ര നമ്പർ ഓഫ് ടൈംസ് നമ്മൾ പോകുന്നുണ്ടോ അത്രയും പ്രാവശ്യം നമുക്ക് പുതിയ പുതിയ റെക്കോർഡുകളും നമ്പറും കിട്ടുന്നത്. ഇപ്പൊ പല പല ഇടങ്ങളിലായിട്ടായിരിക്കും ഇവരുടെ ഫയൽസ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഹാസ് റിസീവ്ഡ് കെയർ അറ്റ് ദ ഫെസിലിറ്റി. പെട്ടെന്ന് നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ ഈ പേഷ്യൻസിന്റെ ഒരു ഫയൽ എടുത്താൽ ഇവരുടെ പൂർണ്ണമായിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി നമുക്ക് കിട്ടില്ല. മനസ്സിലായോ സീരിയൽ നമ്പറിംഗ് എന്താണെന്നുള്ളത്? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അത് ഒന്ന് വേഗം വായിച്ചു നോക്കി. സീരിയൽ നമ്പറിംഗ് മനസ്സിലാക്കി പോകണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കൺഫ്യൂഷൻ വരും. ഓക്കെ, വായിച്ചു കഴിയുമ്പോ റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ്. ഇത് നിങ്ങൾക്ക് പരിചയമുള്ളതാണ് അല്ലെ? നമ്മൾ എപ്പോഴും ഹോസ്പിറ്റൽസിൽ ചെല്ലുമ്പോൾ ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. ശരിയല്ലേ? Here the patient is allocated a number on the first admission. നമ്മൾ ആദ്യം അഡ്മിഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു നമ്പർ തരും ഇല്ലേ? ആ നമ്പർ തന്നെയായിരിക്കും റിട്ടേൺ ഫോർ ഓൾ സബ്സിക്വന്റ് അഡ്മിഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. പിന്നീട് വരുന്ന ഏതൊരു അഡ്മിഷനും ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടി നമ്മൾ പിന്നീട് വന്നാലും അതേ നമ്പർ തന്നെയായിരിക്കില്ലേ നിലനിന്ന് പോവാം അല്ലേ? അത്തരം യൂണിറ്റ് നമ്പറിംഗ് സിസ്റ്റത്തെയും ഫയലിംഗ് സിസ്റ്റത്തെയുമാണ് നമ്മൾ യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയൽ സിസ്റ്റം. അപ്പൊ ഇവിടെ ഒരൊറ്റ യൂണിറ്റ് നമ്പർ മാത്രമേ നമുക്ക് തരുന്നുള്ളൂ കേട്ടോ. അവിടെ ആ ഒരൊറ്റ യൂണിറ്റ് നമ്പറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റെന്തൊരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പിന്നെ എത്ര പ്രാവശ്യം നമ്മൾ വന്നാലും ആ ഒരു നമ്പറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ കെയറും ട്രീറ്റ്മെന്റും ഒക്കെ തരുന്നത്. ആ യൂണിറ്റ് നമ്പറിംഗ് പ്രൊവൈഡ്സ് എ സിംഗിൾ റെക്കോർഡ്. അപ്പൊ നമുക്കറിയാം ഒരൊറ്റ നമ്പറേ ഉള്ളൂ, ഒരൊറ്റ മെഡിക്കൽ റെക്കോർഡേ അവർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ അല്ലെ? Which is a composite of all data gathered on a given patient. ആ പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ പൂർണ്ണമായ വിവരങ്ങളും ആ ഒരൊറ്റ സിംഗിൾ റെക്കോർഡിൽ നിന്ന് നമുക്ക് കിട്ടില്ലേ? കിട്ടുമോ? ആ ഒരൊറ്റ സിംഗിൾ റെക്കോർഡിൽ നിന്ന് നമുക്ക് എല്ലാ പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും കിട്ടും അല്ലെ? ആ റിഗാർഡ്ലെസ് ഓഫ് ദ നമ്പർ ഓഫ് ടൈംസ് ഓഫ് സർവീസ് പ്രൊവൈഡർ, എത്ര പ്രാവശ്യം അവർ വന്നു, ഏതൊക്കെ സർവീസുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ട്രീറ്റ്മെന്റുകൾ നമ്മൾ കൊടുത്തു, അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ആ ഒരൊറ്റ റെക്കോർഡിനുള്ളിൽ നിന്ന് നമുക്ക് കിട്ടും. ശരിയല്ലേ? ഒരുപാട് ഫയൽസോ കാര്യങ്ങളോ ഒന്നും പരിശോധിക്കേണ്ട കാര്യമില്ല. And that patient's total medical record is thus filed as a unit in one folder under one number. ഒരു നമ്പറിന് കീഴിൽ ഒരു ഫോൾഡറിലാക്കിയിട്ടായിരിക്കും ആ പേഷ്യൻസിന്റെ ടോട്ടൽ പൂർണ്ണമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളോ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കുക. അതാണ് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത. അപ്പൊ യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത, ഇവിടെ പേഷ്യൻസ് വന്ന് ഫസ്റ്റ് ടൈം അവർ അഡ്മിഷൻ എടുക്കുമ്പോഴോ രജിസ്റ്റർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുമ്പോഴോ ഒരൊറ്റ നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ നമ്പർ തന്നെയായിരിക്കും തുടർന്നുള്ള അവരുടെ അഡ്മിഷനോ ട്രീറ്റ്മെന്റിനോ ഒക്കെ വേണ്ടി വരുമ്പോഴും അതേ നമ്പർ തന്നെയായിരിക്കും ഫോളോ ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു യൂണിറ്റ് നമ്പർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതോടൊപ്പം ഒരൊറ്റ സിംഗിൾ മെഡിക്കൽ റെക്കോർഡും അവർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരൊറ്റ സിംഗിൾ
മുഴുവൻ മെഡിക്കൽ റെക്കോർഡിനുള്ളിൽ നിന്നും അവരുടെ പൂർണ്ണമായിട്ടുള്ള എല്ലാ മെഡിക്കൽ ഹിസ്റ്ററീസും നമുക്ക് കിട്ടും. അവർ എത്ര പ്രാവശ്യം ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്, എത്ര പ്രാവശ്യം ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്, അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും പൂർണ്ണമായിട്ടുള്ള വിവരം നമുക്ക് ആ ഒരൊറ്റ സിംഗിൾ റെക്കോർഡിൽ നിന്ന്, ടോട്ടൽ മെഡിക്കൽ റെക്കോർഡിൽ നിന്നും ആ ഒരു ഒറ്റ സിംഗിൾ നമ്പറുള്ള ഒറ്റ യൂണിറ്റ് നമ്പറിലെ കീഴിലുള്ള ഒരൊറ്റ ഫോൾഡറിനുള്ളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ആ ഒരു ടോട്ടൽ മെഡിക്കൽ റെക്കോർഡിൽ നിന്നും പൂർണ്ണമായിട്ട് ആ പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. വേഗം ഒന്ന് വായിച്ചു നോക്കി യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയൽ. ഓക്കെ, നെക്സ്റ്റ് വൺ പറയട്ടെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ ആണ് സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ്. സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിൽ പറയുന്നത് സ്ട്രേറ്റ് ന്യൂമറിക് മീൻസ് to the filing of all records in accurate chronological order as per to medical record number. അതായത് ഇവിടെ here records constitutively numbered appear in sequence on the file shelf. The following 4 medical records would be filed as 1 2 3 4 1 2 1 2 3 4 1 3 1 2 3 4 1 4 1 2 3 4 1 5 അങ്ങനെ. അതായത് ഒരു അസെൻഡിങ് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ ഓരോ മെഡിക്കൽ റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യും, അത് ആ ഓരോ മെഡിക്കൽ റെക്കോർഡ് നമ്പർ നമ്മൾ അവർക്ക് കൊടുക്കും. അതിനനുസരിച്ച് ഈ നമ്പറിനനുസരിച്ച് നമ്മൾ അത് ഷെൽഫിൽ ഫയൽ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അതായത് ഒരു പ്രാവശ്യം വരുമ്പോ 1 2 3 4 1 ആണ് കൊടുത്തതെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ 1 2 3 4 1 2 ആയിരിക്കും അടുത്ത നമ്പർ കൊടുക്കുക. അപ്പൊ അങ്ങനെ കോൺസിക്വന്റ് തുടർച്ചയായിട്ടുള്ള അക്കമിട്ട രേഖകൾ അല്ലെങ്കിൽ നമ്പേഴ്സ് കൊടുത്തിട്ട് അതൊരു കൃത്യമായിട്ടുള്ള ഒരു ക്രമമായ ഓർഡറിൽ നമ്മൾ ഫയൽ ചെയ്ത് വെക്കുന്നതിനെയാണ് സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈസി ടു പുൾ എനി നമ്പർ ഓഫ് റെക്കോർഡ്സ്. അപ്പൊ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഏത് നമ്പർ ഓഫ് റെക്കോർഡ് ആണോ എടുക്കേണ്ടത് അത് നമുക്ക് കോൺസിക്വന്റ്ലി നമ്പർ ഫ്രം ദ ഫയൽ ഫോർ എനി പർപ്പസ്, ഏത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് തുടർച്ചയായ നമ്പർ പ്രകാരം അടക്കിയിരിക്കുന്നത് കൊണ്ട് എടുക്കാനായിട്ട് പക്ഷെ ഇവിടെയും ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല നമ്പറുകളായിട്ടുണ്ട്, പല പല ഫയലുകളിൽ നിന്നാണ് നമുക്ക് ഇവരുടെ ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. ഒറ്റൊരു ഫയലിൽ നിന്ന് ഒരിക്കലും കിട്ടുന്നില്ല. അതേസമയം ഇവിടെ സ്ട്രേറ്റ് ന്യൂമറിക് ഫയൽ എന്ന് പറയുമ്പോൾ പല നമ്പറുകളാണ് കൊടുക്കുന്നതെങ്കിൽ പോലും തുടർച്ചയായ നമ്പറുകളാണ് നമ്മൾക്ക് കൊടുക്കുക. 1 2 ആണെങ്കിൽ അടുത്ത പ്രാവശ്യം അത് വരുമ്പോൾ അത് 1 3 ആയിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പൊ നമ്മുടെ ഷെൽഫുകളിൽ തുടർച്ചയായിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ നമുക്കത് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതാണ് സ്ട്രേറ്റ് ന്യൂമറിക്. ഒരു അസെൻഡിങ് ഓർഡറിലായിരിക്കും ആ നമ്പറിംഗ് സിസ്റ്റം ഉണ്ടാവുക. സ്ട്രേറ്റ് ന്യൂമറിക് മീൻസ് ടു ദ filing of records in accurate chronological order as per to medical record number. മെഡിക്കൽ റെക്കോർഡുകൾക്ക് കൊടുക്കുന്ന നമ്പറിനനുസരിച്ച് ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ഒരു ക്രമമായ ഓർഡറിൽ ഫയൽ ചെയ്യുന്നതിനെയാണ് സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ്, ഒരു അസെൻഡിങ് ഓർഡറിൽ ഫയൽ ചെയ്യും. റെക്കോർഡൊക്കെ കൃത്യമായിട്ട് തുടർച്ചയായ നമ്പർ പ്രകാരം ആ ഒരു ഫയൽ ഷെൽഫുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ ഇപ്പൊ 4 മെഡിക്കൽ റെക്കോർഡ് അടുക്കി വെച്ചിരിക്കുന്നതാണ് നമ്മൾ പറയുന്നത്, ഫയൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 1 2 3 4 1 2 ആണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ വെക്കുന്നത് 1 2 3 4 1 3 ആയിരിക്കും. അങ്ങനെ തുടർച്ചയായ നമ്പറുകൾ കൊടുക്കുന്നത് കൊണ്ട് ഒരുമിച്ച് നമുക്ക് എല്ലാ റെക്കോർഡുകളും ഇരിക്കുമ്പോൾ എളുപ്പത്തിൽ ഏത് നമ്പർ ആണോ വേണ്ടത്, ഏത് മെഡിക്കൽ റെക്കോർഡ് ആണോ വേണ്ടത് അത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പക്ഷെ ഇതിന്റെയും ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരൊറ്റ റെക്കോർഡ് നിന്നും പേഷ്യൻസിന്റെ എല്ലാ ഇൻഫർമേഷൻസും കിട്ടുന്നില്ല. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ സ്ട്രേറ്റ് ന്യൂമറിക് ഫയൽ. ക്ലിയർ ആണോ? കംപ്ലീറ്റ് ആയോ വായിച്ച? ഓക്കെ, പിന്നെ മിസ് ഇവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ.
ടെർമിനൽ ഡിജിറ്റ് ഫയലിങ്ങും മിഡിൽ ഡിജിറ്റ് ഫയലിങ്ങും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അത് കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ഇത് മൂന്നും ഒന്ന് വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.